continuous beam. എന്താ കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം സ്പാൻ ഉണ്ട് അല്ലെ, കണ്ടിന്യൂസ് ബീമിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പോ ഇതിന്റെ ഇപ്പുറത്തും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിന്യൂസ്ലി വരുന്നതാണ്. ഒന്നിലധികം സ്പാനുകൾ വരുന്ന ബീമാണ് കണ്ടിന്യൂസ് ബീം എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. സപ്പോർട്ട് ഫിക്സ്ഡോ അല്ലെങ്കിൽ ഹിഞ്ചഡോ റോളറോ ഒക്കെ ആയി വരാം. അപ്പോൾ ഒന്നിലധികം സപ്പോർട്ട്സ് വരുന്ന ബീംസിന് നമുക്ക് കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസ് ആണ് ഇപ്പൊ നമ്മൾ പ്രോപ്ഡ് കാന്റിലിവറിന്റെ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസ് ആണ്. കണ്ടിന്യൂസ് ബീമില് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തുകൊണ്ട് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഡിറ്റർമൈൻ the reaction components in the beam shown in figure. Assume flexural rigidity to be the same throughout. Okay, determine the reaction components in the beam shown in figure. Assume flexural rigidity, അതായത് EI എല്ലാം സെയിം ആണ് ഓൾ ത്രൂ ഔട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു കണ്ടിന്യൂസ് ബീം അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ABC എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീം. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സെയിം കൺസെപ്റ്റ് സെയിം ആണ്. കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റ് നമ്മൾ പ്രോപ്ഡ് കാന്റിലിവർ ബീം ചെയ്യുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിരുന്നു. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കുക ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, സ്റ്റെപ്പ് 1 സൊല്യൂഷൻ. സ്റ്റെപ്പ് 1 degree of static indeterminacy. Okay, degree of static indeterminacy. Okay, ഇതിന്റെ എത്രയാ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നോക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ അല്ലെ, DSI is equal to number of unknown reactions minus
number of equations of equilibrium. Okay, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ നോക്കിക്കേ. ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പം ബീം ആയതുകൊണ്ട് ഇൻക്ലൈൻ ലോഡോ ഹൊറിസോണ്ടൽ ലോഡോ ഇല്ലാത്തത് കൊണ്ട്, ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ ഇൻക്ലൈൻ ലോഡൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പം റോളർ ആയാലും ഹിഞ്ച് ആയാലും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ അതൊന്നും ഓർത്തിരുന്ന നല്ലതായിരിക്കും. ബീം ആണെങ്കിൽ റോളർ സപ്പോർട്ട് ആണെങ്കിലും ഹിഞ്ച് ആണെങ്കിലും ഇൻക്ലൈൻഡ് ലോഡ് ഇല്ലെങ്കിൽ ഒരുപോലെ തന്നെയാണ്. വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് 1 + 1 + 1 ദാറ്റ് ഈസ് 3. ഓക്കെ, 3 റിയാക്ഷൻസ്. 3 മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 2. ഓക്കെ, ദാറ്റ് ഈസ് സമ്മേഷൻ V is equal to 0, സമ്മേഷൻ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ നമ്മളിവിടെ എടുക്കേണ്ടതായിട്ടില്ല. 3 മൈനസ് 2 ദാറ്റ് ഈസ് 1. അപ്പൊ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. ഇനി നമുക്ക് ഇതിലൊരു റിയാക്ഷൻ, അതായത് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആയതുകൊണ്ട് ഇതിൽ റിഡൻഡൻസി കൊണ്ടുവരുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സി ഐഡന്റിഫൈ ചെയ്യാം. വി സി എന്നുള്ളത് റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വി ബി എടുക്കാം, വി എ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം വി സി ആണ് നിങ്ങൾ റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കുമ്പോൾ നമ്മൾ വി സി റിമൂവ് ചെയ്യാം. വി സി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓവർ ഹാങ്ങിങ് ബീം എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഓക്കെ, ഇപ്പൊ നമ്മൾ വി ബി ആണ് എടുക്കുന്നതെങ്കിൽ വി ബി നമ്മൾ റിമൂവ് ചെയ്താൽ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമായി മാറും. ഓക്കെ, അതേപോലെ വി എ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓവർ ഹാങ്ങിങ് ആയി മാറും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പം ബി റിമൂവ് ചെയ്യുന്നതായിരിക്കും, കാരണം അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി മാറും. ഓക്കെ, അതായത് റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് വി ബി എടുക്കുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഡിറ്റർമിനേറ്റ് ആക്കുമ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നുള്ള രീതിയിൽ വരും. അതാണ് നമുക്ക് കുറച്ചും കൂടി അനലൈസ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വി ബി ആണ് റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി ദാറ്റ് ഈസ് വി ബി, the vertical reaction at B, okay, that is VB is taken as redundant reaction. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 കിട്ടി. അപ്പം ആ 1 ആയതുകൊണ്ട് നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാനിത് വി ബി എന്നുള്ള റിയാക്ഷൻ റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2 ഇതിനെ ഡിറ്റർമിനേറ്റ് ആക്കി മാറ്റണം അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള റിഡൻഡന്റ് റിയാക്ഷൻ റിമൂവ് ചെയ്തിട്ട് സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ റിമൂവ് ദ റിഡൻഡന്റ് reaction and make the structure determinate. നമ്മളിവിടെ വി ബി ആണ് റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വി ബി നമ്മൾ റിമൂവ് ചെയ്താൽ ഈ റോളർ സപ്പോർട്ട് ഇവിടുന്ന് പോയി, കാരണം റോളർ സപ്പോർട്ടിൽ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് പോയി കഴിഞ്ഞാൽ ഇവിടെ വി എ വി സി മാത്രമേ ഉള്ളൂ റിയാക്ഷൻ ആയിട്ട്. അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി മാറും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ 2 ആവും. 2 - 2 0 ആവും. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായി മാറും. ഞാനത് എടുത്ത് വരയ്ക്കുവാണ്. അപ്പൊ ഇതില് എ സി, ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, അതാണ് പോയിന്റ് ബി. നമ്മൾ റിമൂവ് ചെയ്ത റിഡൻഡന്റ് റിയാക്ഷൻ റിമൂവ് ചെയ്ത പോയിന്റ്. ഓക്കെ, ഇതിൽ ഫുൾ സ്പാനിൽ യുഡിഎൽ ആണ് ആക്ട് ചെയ്യുന്നത്. 20 kN/m. ഓക്കെ, അപ്പൊ റിഡൻഡന്റ്
റിയാക്ഷൻ റിമൂവ് ചെയ്തിട്ട് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കി മാറ്റി. ഓക്കെ, ഇപ്പൊ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താ? എവിടെയാണോ നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്തത്, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിലാണല്ലോ, അപ്പം ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ. അപ്പൊ ഇതൊരു സിംപ്ലി സപ്പോർട്ട് ബീം ആണ്. സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ മിഡ് പോയിന്റിൽ എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ആണ് ബി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പൊ UDL ഫുൾ സ്പാനിൽ ആക്ട് ചെയ്യുമ്പോൾ മിഡ് സ്പാനിൽ വരുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് അവൈലബിൾ അതിന്റെ ഇക്വേഷൻ അല്ലെ, നമുക്കറിയാം. ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ ഫുൾ സ്പാനിൽ UDL വരുമ്പോൾ അതിന്റെ മിഡ് സ്പാനിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുക്കാനേ ഉള്ളൂ. യൂണിറ്റ് ലോഡ് മെത്തേഡ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കറക്റ്റ് സെന്ററിലുള്ള ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫുൾ സ്പാനിൽ UDL മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡെൽറ്റ ബി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ at B due to given loading, that is delta B is equal to equation നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ 5WL raised to 4 divided by 384 EI എന്നാണ്. അപ്പോൾ ഡെൽറ്റ ബി വരുന്നത് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. 5 into 20 into L എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്പാൻ 6+6 ആണ്. ദാറ്റ് ഈസ് 12. ഓക്കെ, 5 into 20 into 12 raised to 4 divided by 384 EI. ഇതൊന്ന് ഷോർട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്ററിൽ ചെയ്യാം, 5400 by EI എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അത് ഇക്വേഷൻ നമ്പർ 1 ആക്കി വെച്ചു. Step number 3. Treating vertical reaction. Treating vertical reaction VB as redundant force. Okay, മറ്റുള്ള എക്സ്റ്റേണൽ ലോഡുകളൊക്കെ റിമൂവ് ചെയ്യാം. ബി എന്ന് പറയുന്ന പോയിന്റ്, മിഡ് പോയിന്റ്, അവിടെ VB എന്ന് പറയുന്ന റിഡണ്ടന്റ് ഫോഴ്സ് ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ റിഡണ്ടന്റ് ഫോഴ്സ് കൊടുക്കും. അപ്പൊ A, B and C. ഓക്കെ, ഇത് 6 മീറ്റർ കറക്റ്റ് സെന്ററിലാണല്ലോ ബി വരുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ഈ റിഡണ്ടന്റ് ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അല്ലെ, അതായത് റിഡണ്ടന്റ് ഫോഴ്സ് അതായത് റിയാക്ഷന്റെ അതേ ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ മുകളിലേക്കാണ് വരുന്നത്. അപ്പൊ അപ്വേർഡ് ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമില് പോയിന്റ് ലോഡ് സെന്ററിൽ ആക്ട് ചെയ്യുമ്പോൾ ആ സെന്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീമില് സെന്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സെന്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് WL3/48EI ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം the upward deflection at B YB is equal to equation apply a simply support beam point load central act ചെയ്യുന്നു. അപ്പോൾ സെന്റർ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ that is WL3 divided by 48EI. ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് VB കൊടുക്കുക, VB ഇൻറ്റു എല്ലിന്റെ സ്ഥാനത്ത് 12 ആണ്, 12³ ഡിവൈഡ് ബൈ 48EI. നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ YB എന്ന് പറയുന്നത് 36 VB ഡിവൈഡഡ് ബൈ EI എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആക്കാം.
ഇക്വേഷൻ 1 നമ്മൾ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടല്ലോ, ഡെൽറ്റ ബി YB 36 VB by EA. ഇനി നമ്മുടെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിന്റെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് നമ്പർ 4. അക്കോർഡിംഗ് ടു കൺസിസ്റ്റന്റ് deformation concept, equate equation 1 is equal to equation 2. Okay, അതായത് delta b is equal to yb. Okay, delta b നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 5400 by EA യും YB നമുക്ക് കിട്ടിയത് 36 VB by EA യും. രണ്ട് എൻഡിൽ നിന്ന് നമുക്ക് EI ക്യാൻസൽ ചെയ്യാം. അപ്പോൾ VB is equal to 5400 by 36 എന്ന് പറഞ്ഞു വരും. ഓക്കെ, 5400 by 36. അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VB is equal to 150 kilonewton എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ VB നമുക്ക് കിട്ടി, വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, HB. അപ്പൊ നമ്മുടെ കണ്ടിന്യൂസ് ബീമില് എത്ര റിയാക്ഷനാണ് നമ്മളോട് റിയാക്ഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? റിയാക്ഷൻ കമ്പോണൻസ് 3 റിയാക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് VB കിട്ടി. VB കിട്ടി കഴിഞ്ഞാൽ പിന്നെ 2 റിയാക്ഷൻസും കൂടെ അല്ലേ ഉള്ളൂ, VA VC അല്ലേ ഉള്ളൂ. അത് നമുക്ക് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം റിഡൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള റിഡൻഡന്റ് റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷന് വാല്യൂ കിട്ടിയിട്ടുണ്ട്, 150 ആണ്. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് VA ആൻഡ് VC ആണ്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് VA ആൻഡ് VC. ഓക്കെ, ഇനിയുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൊമെന്റ് എടുക്കാം. ഓക്കെ, അതായത് എയ്ക്കോ കണ്ടുപിടിക്കാനുള്ള 2 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ അല്ലെങ്കിൽ സി. ഓക്കെ, ഇപ്പൊ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സി എടുക്കാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സി. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് about C. Okay, that is summation of moment about C is equal to 0. Okay, C ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്തോളൂ. അപ്പോൾ C ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ നമുക്കുള്ളത് VA, ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ VA ഇൻറ്റു മുകളിലേക്ക് വന്ന് ടുവേർഡ്സ് റൈറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ VA ഇൻറ്റു സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 12. അടുത്തത് ഇവിടെ VB ഉണ്ട് അല്ലെ, VB മുകളിലേക്ക് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ VB ഇൻറ്റു 6. ഇനി അടുത്ത 20 കിലോന്യൂട്ടൺ ആണുള്ളത്. താഴോട്ട് ആക്ട് ചെയ്യുന്നു. താഴോട്ട് വന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റിലാണല്ലോ, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. -20 ഇൻറ്റു 12 ഇൻറ്റു 12/2. ഓക്കെ, അപ്പം വേറെ ലോഡുകളൊന്നുമില്ല, ഈക്വൽ ടു 0. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് VBന്റെ വാല്യൂ അറിയാം, VA മാത്രമേ ഇതിൽ അൺനോൺ ഉള്ളൂ. ഓക്കെ, അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ VA എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുവാണ് VA ഇൻറ്റു 12 plus VB into 6 minus 20 into 12 into 12/2 equal to 0. So ഇത് 12 VA plus 6 VB minus 1440 equal to 0. So 12 VA, VB നമുക്കറിയാലോ, VBന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 150 ആണ്. -1440 equal to 0.
സോൾവ് ചെയ്താൽ ഇതിൽ വി എ മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും വി എ ഈസ് ഈക്വൽ ടു 45 കിലോ ന്യൂട്ടൺ. ഇത് സോൾവ് ചെയ്താൽ മതി. ഈ ടേം ഇപ്പുറത്തേക്ക് വരും, ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി, 45 കിട്ടും. ഇനിയിപ്പോ നമുക്ക് വി എ കിട്ടി, വി ബി കിട്ടി. ഇനി കിട്ടാനുള്ളത് വി സി ആണ്. ടേക്കിംഗ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പം വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണുള്ളത്? വി എ പ്ലസ് വി ബി പ്ലസ് വി സി, മൂന്നും അപ്വേർഡ് ആണെന്നുള്ള രീതിയിൽ എടുത്തു. താഴോട്ടേക്ക് 20 കിലോ ന്യൂട്ടന്റെ ലോഡ് ആണുള്ളത്. ഫുൾ സ്പാൻ 12 ആണ്. 20 into 12 ഈക്വൽ ടു 0. അപ്പം വി എ നമുക്ക് 45 കിട്ടി, ബി ബി നമുക്ക് 150 കിട്ടി, പ്ലസ് വി സി മൈനസ് 20 into 12. അപ്പൊ അത് എത്രയാ വരുന്നത്? 20 into 10 എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ ഇത് 240 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 195 പ്ലസ് വി സി ഈസ് ഈക്വൽ ടു 240 എന്ന് പറഞ്ഞു കിട്ടും. മൈനസ് 240 പുറത്തേക്ക് വന്നതാണ്. വി സി ഈസ് ഈക്വൽ ടു 240 മൈനസ് 195, ദാറ്റ് ഈസ് 45 കിലോ ന്യൂട്ടൺ. അപ്പൊ വി സി വി എ 45 കിലോ ന്യൂട്ടൺ, വി ബി 150 കിലോ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് അനാലിസിസ് റിസൾട്ട് എഴുതാം. അനാലിസിസ് റിസൾട്ട്സ് VA is equal to VC is equal to 45 kilonewton and VB is equal to 150 kilonewton.